വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം കൊയ്യാമെന്നാണ് നാം പറയുന്നത്. പക്ഷെ ചില ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പറയുന്ന പുസ്തകം ഹുക്ഡ് എന്ന് പറയുന്ന പേരിലുള്ള നിർ എയാൽ എഴുതിയ പുസ്തകമാണ്. നിർ എയാലിന്റെ പല പുസ്തകങ്ങളും ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് മനുഷ്യന്റെ ഹാബിറ്റിലേക്ക് കണക്ട് ചെയ്യുകയും അതിലൂടെ മാക്സിമം നേട്ടം കൊയ്യുകയും ചെയ്യണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ബിസിനസ് ആംഗിളുള്ള പുസ്തകമാണെങ്കിലും നാം ഒരു കസ്റ്റമറാണ്, നമ്മളൊക്കെ ഒരു ക്ലയന്റുകളാണ്, പല പ്രൊഡക്റ്റുകളും വാങ്ങുന്ന ആളുകളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ബിസിനസ് സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുന്നതെന്ന് ഒരു വശത്ത് ചിന്തിക്കുകയും ഒപ്പം തന്നെ നാം അതിൽ എത്രമാത്രം ശ്രദ്ധാലുക്കളാകണമെന്നും ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൗ ടു ബിൽഡ് ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്ട്സ്, അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള തീം എന്ന് പറയുന്നത്. ഹാബിറ്റ് മനുഷ്യന് ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനെ എങ്ങനെ വിൽക്കാം, അതിനെ എങ്ങനെ അധികം മാക്സിമം പ്രോഫിറ്റ് തരാം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് നിറയാലി പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പ്രൊഡക്റ്റുകളുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പല ഇമോഷൻസിനെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അതിന് പറയുന്നത് വൈറ്റമിൻസ് വേഴ്സസ് പെയിൻ. നമ്മുടെ പെയിന് പരിഹാരം നൽകുന്ന പ്രൊഡക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ, നമുക്ക് തുണി അലക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പെയിന് പരിഹാരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മിക്സർ ഗ്രൈൻഡർ നമുക്കൊരു പെയിന് പരിഹാരമാണ്. വാഹനങ്ങൾ പെയിന് പരിഹാരമാണ്. തെങ്ങ് കയറാനുള്ള മെഷീൻ പെയിന് പരിഹാരമാണ്. പക്ഷേ വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ചില ഇമോഷൻസ് അതിനെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ ബോർ അടിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, സ്ട്രെസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പെയിൻ അല്ല, പക്ഷേ നമ്മുടെ പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഇമോഷൻസിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ പുസ്തകത്തിൽ അധികം പറയുന്നത് ഇങ്ങനെ ഉള്ള ഇമോഷൻസിന് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ആ ആംഗിളിലാണ് ബിസിനസ് ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റ് എന്ന രീതിയിൽ നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ബിസിനസ്സുകൾ നമ്മെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹാബിറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാം ബോറടിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നാം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം എടുത്ത് നോക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി സ്ട്രെസ് ആകുമ്പോൾ പലപ്പോഴും ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചിലർ സ്മോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ പോലെയുള്ളതെല്ലാം നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ചൂഷണം ചെയ്യുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യുന്നു, ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യുന്നു, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ബോറടിക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു. പലപ്പോഴും നാം ഒരു പാറ്റേൺ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇന്റർനെറ്റാണ് നാം ആശ്രയിക്കുന്നത്. ഇനി ഒരു വിവരം നമുക്ക് വേണം, ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നതിന് ഉത്തരം കണ്ടെത്തണം, നാം ഉടനെ ഗൂഗിളിലേക്ക് പോകും. അപ്പൊ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തീർച്ചയായും നമ്മുടെ ഒരു ഹാബിറ്റിന്റെ പാർട്ടാണ്. അത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 4 സ്റ്റെപ്പാണ് സാധാരണഗതിയിൽ ഈ ഹാബിറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന്, പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നാം അറിഞ്ഞിരിക്കേണ്ടത് നാം യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ട്രിഗേഴ്സ്. നാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ ട്രിഗേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു കാരണമോ വേണം. അത് ട്രിഗേഴ്സ് എന്നാണ് നിറയാൽ പറയുന്നത്. 2 തരത്തിലുള്ള ട്രിഗേഴ്സ് ആണുള്ളത്, ഇന്റേണൽ ട്രിഗേഴ്സ്, എക്സ്റ്റേണൽ ട്രിഗേഴ്സ്. അപ്പൊ ആദ്യമായി പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സ്റ്റേണൽ ട്രിഗേഴ്സ് ആണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ പ്രൊമോഷൻസ് വരും, പോപ്പപ്സ് വരും, അഡ്വർടൈസ്മെന്റ്സ് വരും, നോട്ടിഫിക്കേഷൻസ് വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മളെ എക്സ്റ്റേണലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കമ്പനികളെ അങ്ങനെ ചെയ്യണം, നമുക്കതിനെ അത് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത് അത് നമ്മുടെ ഹാബിറ്റിന്റെ പാർട്ടാക്കുകയാണ്. ഇത് നാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നുകയും അത് നമുക്കൊരു പരിഹാരം നൽകുകയും അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇന്റേണൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ പോകാം, അല്ലെങ്കിൽ സ്ട്രെസ് ആകുകയാണെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ കാണാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഇന്റേണൽ ഇമ്പൾസിലേക്ക് അല്ലെങ്കിൽ ഇന്റേണൽ ട്രിഗേഴ്സിലേക്ക് വരും. അപ്പോൾ ഈ എക്സ്റ്റേണൽ ട്രിഗേഴ്സിന് ഇന്റേണൽ ട്രിഗേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പനികളുടെ ഉത്തരവാദിത്വം. അങ്ങനെ കസ്റ്റമർ ലോയൽറ്റി എല്ലാം ഉണ്ടാകും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് മാറ്റാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകുകയില്ല. അത് കസ്റ്റമർ ലോയൽറ്റിയുടെ ഭാഗം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു ഹാബിറ്റ് ഫോം ചെയ്താൽ അതിനെ മാറ്റുക എന്നുള്ള പ്രയാസമാണ്. അതുപോലെ പുതിയ ഹാബിറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടത് റിപ്പീറ്റേഷൻ എന്നുള്ളതാണ്. നാം ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാബിറ്റായി മാറുന്നു. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ട്രിഗേഴ്സ് നമ്മളെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാനോ ഇടയാക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് ആക്ഷൻ. ട്രിഗർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നാം ഒരു ആക്ഷൻ ഉണ്ടാകണം. ഒരു ട്രിഗർ ഉണ്ടായപ്പോൾ നാം അതിന്റെ എന്ത് ബിഹേവിയറാണ് നാം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ബിഹേവിയറിന് 3 കാര്യങ്ങളാണുള്ളത്. ബിഹേവിയർ എന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ റിസൾട്ടാണ്. ഒന്ന് ട്രിഗർ എക്സ്റ്റേണൽ ഇന്റേണൽ ട്രിഗർ ഉണ്ടായി, രണ്ടാമത് മോട്ടിവേഷൻ ഉണ്ടായി, മൂന്നാമത് കേപ്പബിലിറ്റി എബിലിറ്റി ഉണ്ടായി. 3 കൂടുമ്പോഴാണ് നമുക്ക് റെസ്പോൺസ് ഉണ്ടാകുന്നത്.
ഒരു ട്രിഗർ വന്നു, അപ്പോൾ അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടായി, ഒപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള കഴിവ് സാമ്പത്തികമായിട്ടുള്ളതായിരിക്കും, സ്കില്ല് പരമായിട്ടുള്ളതായിരിക്കാം ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്ക് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാകുന്നത്. പോസിറ്റീവായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആളുകൾക്ക് എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ലേണിംഗ് നൽകുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം ഉണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഔട്ട്കം ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ആക്ഷൻ ആയിട്ട് വരുന്നത്, റെസ്പോൺസായി വരുന്നത് നമ്മുടെ ട്രിഗറും മോട്ടിവേഷനും കേപ്പബിലിറ്റിയുമാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കുക, ഹാബിറ്റ് സോൺ എന്നൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എത്രമാത്രം റിപ്പീറ്റ് ചെയ്യുന്നോ അതാണ് നമ്മുടെ ഹാബിറ്റായി മാറുന്നത്. ഒരു സൈഡിൽ മോട്ടിവേഷൻ, ഒരു സൈഡ് റിപ്പീറ്റേഷൻ. ഒരു മോട്ടിവേഷൻ ഉണ്ട്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്കൊരു ഹാബിറ്റ് സോൺ ഫോം ചെയ്യും. എത്രമാത്രം റിപ്പീറ്റ് ചെയ്യുന്നോ, ഈ ഇമ്പൾസുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇടയാക്കുന്നുവോ അതാണ് നമ്മുടെ ഹാബിറ്റായി മാറുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോഴാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഓർക്കുക, ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്തു, അത് നല്ലതല്ലാന്ന് തോന്നുന്നു, പക്ഷെ വീണ്ടും ചെയ്യുന്നു, പിന്നെ അത് മാറ്റുവാൻ സാധിക്കില്ല. നെഗറ്റീവായിട്ട് ഒത്തിരി ഹാബിറ്റ്സുകൾ, ഇപ്പോൾ സ്മോക്കിംഗ് ആകാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാകാം, ആൽക്കഹോൾ ഉപയോഗിക്കുന്നതാകാം, മാസ്റ്റർബേഷൻ ആകാം, അഡൾട്ടറി ആകാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിൽ തോന്നും ഇത് വേണ്ട, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും നാം അത് റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നാം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യമാണ് വേരിയബിൾ റിവാർഡ്സ്. ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും റിവാർഡ് കിട്ടിയാൽ നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. അപ്പം എന്ത് റിവാർഡാണ് ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ട്രിഗറിലൂടെ ഒരു ആക്ഷൻ ചെയ്ത് എന്ത് റിവാർഡാണ് കിട്ടുന്നത്? അപ്പോൾ ഈ ബിസിനസ്സിന്റെ ആംഗിളിൽ പറയുന്ന പല റിവാർഡ്, വേരിയബിൾ ആയിട്ട് റിവാർഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സന്തോഷമായിരിക്കാം, എക്സൈറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിരിക്കാം, മോർ പവർ ആയിരിക്കാം, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. അങ്ങനെ റിവാർഡുകൾ എത്രമാത്രം റിവാർഡ് കിട്ടുന്നു അത്രമാത്രം റിപ്പീറ്റ് ചെയ്യുകയും അതിന് അഡിക്റ്റ് ആയി പോവുകയും ചെയ്യാൻ ഇടയുണ്ട്. അപ്പോൾ അതുപോലെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുക. ഇതെല്ലാം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇമോഷണൽ ആംഗിളാണ്. ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പ്രചോദിപ്പിക്കപ്പെടുകയും നാം ആരും പറയാതെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഹാബിറ്റിന്റെ അഡിക്റ്റായി മാറുകയാണ്, അല്ലെങ്കിൽ അതിന് ഇന്റഗ്രൽ പാർട്ടായി മാറുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏത് ഹാബിറ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും നാം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിവാർഡ് കിട്ടുന്നത് കൊണ്ട്, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇടയാക്കുന്നതുകൊണ്ട് നാം വീണ്ടും അത് വാങ്ങുകയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഈ ചിന്തകൾ ബിസിനസ് ആംഗിളിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നവർക്കും ഡെവലപ്പ് ചെയ്യുന്നവർക്കും സഹായിക്കും. ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നമ്മുടെ ഹാബിറ്റുകളെ, ഇമോഷൻസിനെ യൂസ് ചെയ്യുന്ന, ചൂഷണം ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ്. പല സയൻസുകൾ അതിനകത്തുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ നാം എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ 11 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് ഇടുവാനിടയായി. ഇപ്പോൾ ട്രാക്ക് ചെയ്യാനുള്ള മെഷീൻസും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നാം എത്രമാത്രം സമയമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവസാന സ്റ്റെപ്പായിട്ട് പറയും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ട്രിഗേഴ്സ് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു, റിവാർഡ് പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ട്രിഗർ ഉണ്ടായി, അതിന്റെ പേരിൽ ആക്ഷൻ നാം എടുത്തു, നമുക്ക് റിവാർഡ് കിട്ടി, പിന്നെ നാം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി പണം മുടക്കുകയാണ്, സമയം മുടക്കുകയാണ്, സമയവും പണവും എനർജിയും വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ നെഗറ്റീവായ കോൺസിക്വൻസ് ആയിരിക്കാം, പോസിറ്റീവായ കോൺസിക്വൻസസ് ആയിരിക്കാം. അതുകൊണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇമ്പൾസ് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്നെ റിപ്പീറ്റ് ചെയ്യുവാൻ അത് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത് നെഗറ്റീവായ കോൺസിക്വൻസിലേക്ക് വരുന്നുണ്ടോ. നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, പോസിറ്റീവായ ഹാബിറ്റ് വേണമെങ്കിൽ നെഗറ്റീവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും ഓർക്കുക. ഈ പുസ്തകത്തിൽ നിന്ന് ഈ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. പക്ഷേ ബിസിനസ് ചെയ്യുന്നവർക്ക്, സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഇമോഷണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, ക്ലയന്റിനെ ഹുക്ക് ചെയ്യുവാനായിട്ട് വളരെയധികം നല്ല കോൺസെപ്റ്റുകളും സ്ട്രാറ്റജീസും ഉണ്ട്. അത് യൂസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. എന്നാൽ നാം ക്ലയന്റുകൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, കസ്റ്റമേഴ്സ് എല്ലാവരും ഈ ബിസിനസ് എന്നുള്ള ഹുക്ക് അല്ലെങ്കിൽ വൈറ്റമിൻസ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.